hola guys, hope all of you all are doing great. ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഇവൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്, മൈ മാരേജ്. അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എന്താണ്, എങ്ങനെയാണ്, എവിടുന്ന് കണ്ടു, നമ്മളുടെ എൻഗേജ്മെൻറ്റ്, ഇൻ ബിറ്റ്വീൻ എൻഗേജ്മെൻറ്റ് മാരേജ്, അങ്ങനെ പല 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 കാര്യങ്ങളായിട്ട്. അപ്പം ഞാൻ തുടക്കമിടെങ്കിൽ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പർ മാട്രിമോണിയൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. വി ഹാവ് നെവർ മെറ്റ് ബിഫോർ. അങ്ങനെ ഒരു അറിയാത്ത ഒരാൾ തന്നെയായിരുന്നു. എൻ്റെ BDS ഫൈനൽ ഇയർ ലാസ്റ്റ് ഫൈനൽ എക്സാമിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ രണ്ട് പേരൻസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, മാട്രിമോണിയലിലേക്കൂടെ റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ച് പെണ്ണ് കാണൽ വരെ അവർ ഡിസൈഡ് ചെയ്തൊരു ടൈമായിരുന്നു. എൻ്റെ ഫോണിൽ ഞാൻ ആ ആപ്പ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ആദ്യം ഒരു ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ സ്ക്രോളൊക്കെ ചെയ്ത് നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കാരണം അത് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. പിന്നെ ഞാൻ ഡൗൺലോഡും ചെയ്യാൻ നിന്നിട്ടില്ല. എൻ്റെ കുറേ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് കിട്ടുക. എനിക്ക് മെസ്സേജ് അയച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ പേരൻസ് ഹാവ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ടു ഈച്ച് അതർ, ജാൻ ഐ വിൽ ബി കമ്മിങ് ടു സീ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട്. അപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. എൻ്റെ പേരൻസ് ആണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടും ഇല്ല. ഞാനാണെങ്കിൽ വാട്ട് ആം ഐ സപ്പോസ് ടു, എൻ്റെ ഫൈനൽ ഇയർ എക്സാമും ആണ്. എനിക്ക് സത്യത്തിൽ ഇനീഷ്യലി ആ കല്യാണം ടൈമായി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പതിയെ അത് കുറഞ്ഞു കേട്ടോ. എനിക്ക് അതിനോട് കല്യാണം കഴിക്കാൻ വലിയൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. പിന്നെ ആദ്യം ആളോട് സംസാരിച്ചതിന് ശേഷമാണ് ഓക്കെ ഫൈൻ ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളൊരു രീതിയിൽ വന്നത്. അപ്പോൾ ആൾ എന്നെ മെസ്സേജ് അയച്ചു, ഞാൻ റെസ്പോണ്ട് ചെയ്തു, നമ്മളങ്ങനെ സംസാരിച്ചു. അപ്പം ഹീ സെൻഡ് സ്ക്രീൻഷോട്ട്സ് ലൈക്ക് ഹൗ ആ പേരൻസ് ഹാവ് സ്പോക്കൻ. ഒരു Jan 8th 9th അവർ വന്നിട്ട് പെണ്ണ് കാണാനൊക്കെ ആയിട്ട് ഡിസൈഡൊക്കെ ചെയ്തത്. സോ ദെൻ ഐ വാസ് ലൈക്ക്, ഐ ഷുഡ് നോ ദ ഗൈ റൈറ്റ്, ഐ ഷുഡ് നോ ഹിം, ലൈക്ക് ഐ ഡോണ്ട് നോ, അറിയാത്ത ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ദെൻ ഐ വാസ് ലൈക്ക്, ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു, ഇതെന്താ എന്നോട് ഇങ്ങനെ പറയാതെ, ഇതൊക്കെ ഈ ചെക്കൻ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, ഇതാരാണ് നിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ക്വസ്റ്റ്യനിങ് ആയിരുന്നു വീട്ടിലൊക്കെ. മെസ്സേജ് അയച്ച് പിറ്റേന്ന് ഐ സ്പോക്ക് ടു മൈ പേരൻസ്. അന്ന് രാത്രി തന്നെ ഹീ കോൾഡ് മീ, ഹീ സ്പോക്ക് ടു മീ. ഇനീഷ്യലി ഐ വിൽ ടെൽ യു, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബിഫോർ വി സ്പീക്കിംഗ് അബൌട്ട് പെണ്ണ് കാണലിനൊക്കെ മുന്നിൽ ഇനീഷ്യലി ഒരാളോട് നമ്മൾ സംസാരിക്കും, വി വുഡ് സ്പീക്ക് അബൌട്ട് റാൻഡം ക്രാപ്പ് റൈറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് അവർ പാസ്റ്റ്, എൻ്റെ പാസ്റ്റ്, ആളുടെ പാസ്റ്റ്, അങ്ങനെ ഫുൾ പാസ്റ്റ് സ്റ്റോറീസ് ആയിരുന്നു കുറച്ച്. പിന്നെ ഫ്യൂച്ചറായി, പ്രസൻറ്റായി, അങ്ങനെ നല്ല വൈബ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇൻ മൈ ഹെഡ് ഐ വാസ് ലൈക്ക് എ ലിറ്റിൽ വറിഡ്, ലൈക്ക് ഓ മൈ ഗോഡ് ഇസ് ജസ്റ്റ് ദ ഗായ് ഐ വോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ടൈമൊക്കെ പോയി. എൻ്റെ ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പിൻ്റെ ടൈമൊക്കെ. അപ്പോൾ Jan 9th ആളും ആളുടെ അമ്മ, അച്ഛൻ, സിസ്റ്റർ, പിന്നെ കുറച്ച് അമ്മായി, മാമ, അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് പയ്യന്നൂരൊക്കെ വന്നു, ഓൾ ദ വേ ഫ്രം പാലക്കാട്. ഐ ഗെസ് ബോത്ത് ദ പേരൻസ് വർ നോട്ട് അവെയർ, ലൈക്ക് വി ടോക്ക്, നമ്മൾ വല്ലപ്പോഴും ഓൺ ആൻഡ് ഓഫ് വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, കോൾ ചെയ്യും എന്നുള്ളത് ആ ഒരു ടൈം ഗ്യാപ്പിൽ ഉണ്ട് എന്നുള്ളത് ഐ ഗെസ് ആ പേരൻസ് ഡിഡ്ന്റ് നോ. എനിക്കതിപ്പോഴും ഉറപ്പില്ല കേട്ടോ. സോ ദെൻ വി വർ ലൈക്ക് ആക്ടിങ്, എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, ബിക്കോസ് ഐ എം സീയിങ് ഹിസ് പേരൻസ് ആൻഡ് ഓൾ റൈറ്റ്. അപ്പോൾ ആ ഒരു ഫിയർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ വൺസ് ഹി കെയിം, വി വർ വെരി ഫ്രണ്ട്ലി, നേരിട്ട് കാരണം വി വർ ടോക്കിംഗ്. സോ ദെൻ എനിക്ക് ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി പറഞ്ഞത്, ഐ എം പ്രിറ്റി ടോൾ. അപ്പോൾ പിന്നെ ആദ്യമേ ഈ പ്രപ്പോസൽ അലയൻസ് വന്നപ്പോൾ തന്നെ എൻ്റെ മാമനും അച്ഛനൊക്കെ പറഞ്ഞു, അത്യാവശ്യം ഹൈറ്റുള്ള കുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ, ഐ മീൻ മെൻ്റലി നമുക്കൊരു കാൽക്കുലേഷനിൽ ബോത്ത് ഓഫ് അസ് ലൈക്ക് ഫൈൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും ആളുടെ അമ്മക്കൊരു സംശയം ഉണ്ടായിരുന്നു, അയ്യോ ഈ കുട്ടീൻ്റെ ഹൈറ്റ് കൂടുതലായി പോവോ എന്നുള്ളത്. നമ്മുടെ ഇങ്ങനെ നമ്മളോട് പേരൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സംസാരിക്കുക എന്നുള്ളത്. ദെൻ വി കെയിം ഓൺ ടോപ്പ്, നമ്മൾ ബാൽക്കണിയിൽ വന്ന് വി വർ ടോക്കിംഗ്. സോ അമ്മ കെയിം റണ്ണിങ് ഫ്രം ബിഹൈൻഡ്. അമ്മ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തിച്ചിട്ട് ഹൈറ്റാ ഫസ്റ്റ് നോക്കുക, ഓ പ്രശ്നമില്ല, എന്നിട്ട് ഷീ റാൻ ഡൗൺ. അങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു വെറൈറ്റി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്നിട്ട് ഒക്കെ അവർ അപ്പം തന്നെ കൺഫേം ചെയ്തിട്ട് പോയി, ബിക്കോസ് ഇച്ചുവിന് ഓൾറെഡി മനസ്സിൽ ഹി ഹാഡ് സെറ്റ് ഹിസ് മൈൻഡ് സെയിങ് ഓക്കെ ഐ ആം ഷീ ഈസ് ദ വൺ എന്നുള്ള രീതിയിൽ ഹി ഹാഡ് ഓൾറെഡി ഡിസൈഡഡ്. സോ ദെൻ വെൻ പേരൻസ് ലൈക്ക് സ്പോക്ക് ആൻഡ് ഓൾ, ഹിസ് സൈഡ് ഓഫ് ദ ഫാമിലി ഓൾറെഡി ഗേവ് ദ പോസിറ്റീവ് അഡ്രസ്സിങ്, ലൈക്ക് സെയിങ് ദറ്റ് ഇത് മതി, നമുക്ക് താല്പര്യമുണ്ട്, വിൽ പ്രൊസീഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ഇവർ ഡേറ്റ് ഫിക്സ് ആക്കുക, ഫുൾ ഫാമിലി ഫോട്ടോ എടുക്കലും ഡേറ്റ് ഫിക്സ് ആക്കലും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് Jan 27th എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ്, നല്ലൊരു ഡേറ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടു. എന്നിട്ട് എന്താ പറയുക, പെട്ടെന്ന് വെച്ചാൽ സത്യത്തിൽ ഞാൻ മെൻ്റലി ലൈക്ക് ഐ ആം ഗെറ്റിംഗ് പ്രിപ്പയർഡ്.
ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് അല്ല, പക്ഷെ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഓക്കെ അങ്ങനെ മനസ്സിലൊന്ന് സെറ്റ് ആക്കാനുള്ള ടൈമിലൊക്കെ ഇങ്ങനെ പോയി. ഫാസ്റ്റ് 9th വന്ന് 29th നമ്മളുടെ എൻഗേജ്മെൻ്റ് ആയി. അപ്പം ഡെയിലി വി യൂസ് ടു ടോക്ക്, സംസാരിക്കും, അല്ലറ ചില്ലറ അടികളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ നടുക്ക്. പക്ഷെ അതൊക്കെ ഇറ്റ് ജസ്റ്റ് വെന്റ് ഓൺ, ഇറ്റ് വാസ് സ്മൂത്ത്. അങ്ങനെ 29th നമ്മൾ എൻഗേജ്മെന്റ് ആയി. പിന്നെ നമുക്ക് Jan to August ആയിരുന്നു നമുക്ക് നടുക്കുണ്ടായ ടൈം ഗ്യാപ്പ്. ആ ടൈം ഗ്യാപ്പിൽ എന്ന് വെച്ചാൽ വി ഗോട്ട് ടു നോ മോർ. പിന്നെ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ആസ് ഇൻ എനിക്ക് ആളെ അധികം അറിയില്ലല്ലോ. സോ ദെൻ ഐ ഹാഡ് ടോൾഡ് മൈ പേരൻസ് ഐ അറ്റ്ലീസ്റ്റ് നീഡ് 6 to 8 months to 1 year gap to know him, to just talk to him, to see. Basically കല്യാണത്തിന് മുന്നേ ഉള്ള നമ്മളായിരിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട്, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് വിൽ ബി മോർ ഫ്രീ, റൈറ്റ്? പക്ഷെ അതിൻ്റെ മുന്നേ അറ്റ്ലീസ്റ്റ് ബിറ്റ്സ് ആൻഡ് പീസസ് വാട്ട് എവർ ഐ ഗെറ്റ് ടു നോ ഇറ്റ്സ് ഗുഡ്. എൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് ഈസ് ലൈഫ് ടൈം നോ. അപ്പോൾ ഞാൻ അച്ഛനോടൊക്കെ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ, സി ഐ എം റെഡി ടു ഗെറ്റ് മാരിഡ്, പക്ഷെ ഐ നീഡ് ടൈം ടു നോ ദ ഗായ്, ആ ഒരു രീതിയിൽ. പിന്നെ August to Jan ആളുടെ സിസ്റ്ററുടെ എക്സാം ഒക്കെ നടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിലേ August വരെ എനിക്ക് ടൈം കിട്ടിയിരുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെയോ ഇൻകൺവീനിയൻസസ് നടുക്കത്തെ മാസത്തിലൊന്നും ആവാത്തത് കൊണ്ട് ലാസ്റ്റ് August 31st കല്യാണം വെച്ചു. അപ്പോൾ ആ നടുക്കത്തെ ടൈം ഗ്യാപ്പ് വാസ് ലൈക്ക് റിയലി വർത്ത് ഇറ്റ് ഇൻ ഓൾ മീൻസ് പോസിബിൾ. ലൈക്ക് ആസ് ഇൻ എല്ലാം സത്യം പറയാലോ ഒക്കെ ഒരു ഓപ്പൺ ബുക്കായി. ബോത്ത് ഓഫ് us were like literally an open book. There is nothing to hide. ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഇറ്റ് വാസ് ലൈക്ക് മച്ച് നീഡഡ്, ലൈക്ക് ടു നോ ദ ഗൈ മോർ ഓർ ഹിം. ആൾക്ക് എന്നെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമുള്ളൊരു ടൈമായിരുന്നു. ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് മന്ത്സ് ഒന്നും നമ്മൾ മീറ്റോ ഒന്നും ചെയ്തിട്ടില്ല. ഓൺലി വി യൂസ് ടു കോൺടാക്ട് ഫോണിലേക്കൂടെ. ആള് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ ഐ ഗെസ് ഒരു May, June, July ഒക്കെ ആയപ്പോൾ ഹി കെയിം ടു മാംഗ്ലൂർ ടു മേ ബി ഹാങ് ഔട്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. ദാറ്റ് വാസ് ഐ വുഡ് സേ അതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ഗോയിങ് ടു ബാംഗ്ലൂർക്ക് പോയി. വി സ്പെൻഡ് ടൈം ടുഗെദർ. അപ്പം ലൈക്ക് എന്നെയും വി വർ ഗെറ്റിംഗ് ക്ലോസ്. ബേസിക്കലി എന്നെ നമ്മൾ അറിഞ്ഞ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നടുക്കത്തെ അടികളൊന്നും പറയേ വേണ്ട കേട്ടോ. ആ ഒരു 8 months പോലെ തല്ലായിരുന്നു. ഒരു 100,000 തവണ മതി, നമുക്ക് വേണ്ട, വിട്ടുപോ. അത് മാത്രമേ നമുക്ക് രണ്ടുപേർക്കും പറയാനുണ്ടായിട്ടുള്ളൂ. വെറുതെ ഞാൻ തന്നെ കേട്ടോ ചൊറിയാറ്. ഞാൻ തന്നെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും, ഞാൻ തന്നെ ഓരോന്നോരോന്ന് പറയും, ഞാൻ തന്നെയാണ് കാരണക്കാരി മിക്കപ്പോഴും. അപ്പം അൺനെസസറി ആയിട്ട് വി ഡിഡ് ഫൈറ്റ്, പക്ഷെ ഇറ്റ് വുഡ് ഗോ ഓഫ്. അങ്ങനെ സീരിയസ് ആയിട്ട് ഫാമിലി ഇൻവോൾവ് ചെയ്യുന്ന ഫൈറ്റൊന്നും അല്ല കേട്ടോ. നമ്മളെ കുട്ടി അടിപിടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. എങ്ങനെയല്ലോ ടൈം സ്പെൻഡായി പോയി അങ്ങനെ August എത്തി. August പിന്നെ പറയണ്ടല്ലോ, കല്യാണം, തിരക്ക്, സാരി, ഗോൾഡ്, അത് ഇത് പറഞ്ഞിട്ട് ഒരു നല്ല തിരക്കായിരുന്നു. പിന്നെ കസിൻസ്, അമ്മായി, മാമൻ എല്ലാവരും വീട്ടിൽ വന്ന് ഒരു വേറെ തന്നെ ഒരു ടൈമായിരുന്നു അത്. കല്യാണത്തിൻ്റെ സാരിയൊക്കെ ഞാൻ കോഴിക്കോട് ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തു. ഗോൾഡ് കണ്ണൂർ കുഞ്ഞിക്കണ്ണിൽ നിന്ന് എടുത്തു, കൃഷ്ണ ജ്വല്ലേഴ്സ്. പിന്നെ അങ്ങനെ എല്ലാ പർച്ചേസ്, ഷോപ്പിങ്, ആളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ, എന്തൊക്കെയാണ് ചടങ്ങ്, അതൊക്കെ സെറ്റായി. അങ്ങനെ August 31st ആയി. August 31st എന്ന് പറയുമ്പോൾ 30th തലേന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഗ്രാൻഡ് ആയിരുന്നു. ഗ്രാൻഡ് എന്ന് വെച്ചാൽ ഞാൻ ആ രീതിയിൽ നമ്മൾ എല്ലാ ഫ്രണ്ട്സും കസിൻസൊക്കെ കൂടി ഡാൻസ്, പാട്ട്, കളി, ഇറ്റ് വാസ് ലൈക്ക് ഒരു മെമ്മറി, ഒരു അടിപൊളി മെമ്മറി ആയിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. എല്ലാവരും കൂടി നല്ല ജോളിയായി. എല്ലാം രാത്രി ഒരു 12-1 മണി വരെ വി വർ സെലിബ്രേറ്റിംഗ്. ആൾക്കാരൊക്കെ പോയി, അമ്മ, അച്ഛൻ, നമ്മൾ, പിന്നെ അടുത്തുള്ള കുറച്ച് ബന്ധുക്കൾ, നമ്മളൊക്കെ കൂടി അടിച്ച് പൊളിക്കുകയായിരുന്നു. നല്ലൊരു ഈവായിരുന്നു.
കല്യാണത്തിൻ്റെ രാവിലെ എന്താ പറയുക ടെൻഷൻ ഉണ്ട്, മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, സാരി ഉടുത്തത് എങ്ങനെയാണ് ഇനി ഒക്കെ കൂടി വരുമ്പം വിൽ ഐ ലുക്ക് പ്രിട്ടി എന്നുള്ളൊരു പേടി, എല്ലാം ഒരു ടെൻഷൻ. കാരണം എന്താ വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പ് അത്യാവശ്യം ഫ്ലോപ്പായിരുന്നു കേട്ടോ, നല്ല ഫ്ലോപ്പായിരുന്നു, അത്യാവശ്യം നല്ല. കണ്ണൂരിൽ തന്നെ ഏതോ ഉള്ള ബ്യൂട്ടീഷ്യനായിരുന്നു. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ഞാൻ എൻ്റെ കഴിഞ്ഞൊക്കെ വീഡിയോസൊക്കെ പറഞ്ഞ മാതിരി ഈ ഡാർക്ക് കോംപ്ലക്ഷൻ്റെ മേക്കപ്പ് സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കണമല്ലോ. അപ്പം ഞാൻ ആളോട് അന്നും പറഞ്ഞത് ഇതാണെന്ന് പറഞ്ഞപ്പം ശരി ഐ ഹാവ് ഡൺ സില്യൻസ് ഓഫ് മേക്കപ്പ്, ഞാൻ സൗദി നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് വന്ന് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണിന് മേലെ ഫുൾ ഗോൾഡൻ ഐ ഷാഡോ ഒക്കെ ഇട്ട് ഞാനൊരു ദേവീനെ പോലെയായിരുന്നു, റെഡ് ഒരു ലെഹങ്ക മാതിരിയുള്ളൊരു സാധനം, കണ്ണിൻ്റെ മേലെ ഗോൾഡൊക്കെ. നല്ല ഫ്ലോപ്പായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ്. അപ്പോൾ കല്യാണം ആയപ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഐ ആം ദ എന്താ പറയുക, ഐ ആം ദ അട്രാക്ഷൻ തരുന്ന സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മൈ ഡേറ്റ് ഇസ് ഒരിക്കൽ വരുന്നൊരു സംഭവമല്ല. അപ്പോൾ ഐ റിയലി വോണ്ടഡ് ടു ലുക്ക് പ്രിറ്റി. ഐ ജസ്റ്റ് വോണ്ടഡ് ടു വലിയ ഹൈഫൈ അല്ലെങ്കിൽ ഒരു മിനിമം കാണുമ്പോൾ അവളെ കാണാൻ രസമുണ്ടെന്ന് ആൾക്കാർ പറയണമല്ലോ, അതിന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കോഴിക്കോടത്തെ ഒരു എന്താ പറയുക ബ്യൂട്ടീഷ്യനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാൻ മോശമില്ലാത്തൊരു മേക്കപ്പ് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ് വേ ബെറ്റർ ദാൻ മൈ എൻഗേജ്മെൻറ്റ്. എന്നിട്ട് അങ്ങനെ കല്യാണത്തിന് ഒരുങ്ങി ഞാൻ സാരി കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നല്ലൊരു എന്താ പറയുക ഒരു വൈഫ് ആവാനുള്ളൊരു പ്രിപ്പറേഷനിൽ ഒരു ഡേ ആയിരുന്നു അത്. അതിങ്ങനെ പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഡ്രസ്സിങ് റൂമിൽ ഞാനിങ്ങനെ ജനൽ നോക്കിയപ്പോൾ ഞാൻ നിത്തനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അമ്മേനെ ആരും കണ്ടിട്ടില്ല. കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ വരടായിരുന്നു. അങ്ങനെ ചടങ്ങ് തുടങ്ങി ഞാൻ മണ്ഡപത്തിലെത്തി. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ടെൻസി എന്നാട്ടോ അവളുടെ പേര്. ആള് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കറങ്ങാനുണ്ടല്ലോ, ഇങ്ങനെ കൈ പിടിച്ചിട്ട് കറങ്ങാനുണ്ടല്ലോ. അപ്പോൾ കറങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ ചിരിക്കില്ല കേട്ടോ, ഞാനിങ്ങനെ ചൂടെടുത്തിട്ട് വേർക്കുന്നുമുണ്ട്, ഉള്ളിൽ നല്ല ടെൻഷനും ഉണ്ട്. ഞാനിങ്ങനെ കറങ്ങിക്കൊടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവളെ നോക്കിയപ്പോൾ അവള് ചിരിക്കുന്നതിനോട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പം ഞാൻ ആ ബൾബ് മാതിരി ചിരിച്ചിട്ടാണ് ബാക്കി. ലിറ്ററലി ഷീ ആസ്ക് മീ ടു സ്മൈൽ. അപ്പാണ് എനിക്ക് ഓ മൈ ഗോഡ് ഐ ഷുഡ് സ്മൈൽ എന്നുള്ളത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സത്യത്തിൽ. താലിയൊക്കെ കെട്ടുമ്പോൾ ഞാനിങ്ങനെ ശ്വാസമൊക്കെ വിട്ടിട്ടാണ് ഞാൻ നിന്നത്. അതൊക്കെ വീഡിയോയിൽ ക്ലിയർ ആയി കാണുന്നുണ്ട്.
എൻ്റെ കല്യാണം August 31, 2017 ഇതിപ്പോൾ 21 ആയി. 5 years ആവാനാവുന്നു. അങ്ങനെ ഒരു സക്സസ്ഫുള്ളി 5 years നമ്മൾ കംപ്ലീറ്റ് ആക്കാനായി. ഇതുവരെ തട്ടലും മുട്ടലും ഇല്ലാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു കുഞ്ഞു വാവ നടക്കാതെ ഞാൻ പറയണമെന്നില്ലല്ലോ, ഈ വർഷം തന്നെ ഒരു കുഞ്ഞു വാവയോ ആയി. അപ്പം അങ്ങനെ നമ്മളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാരേജസ് എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലെറ്റ് ഇറ്റ് ബി അറേഞ്ച് ലവ് മാരേജ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇഫ് ദ ഗായ് ആൻഡ് ദ ഗേൾ ഇസ് സ്ട്രോങ് ഇനഫ് ടു പുഷ് ഇറ്റ് അഹെഡ്, ഗോ അഹെഡ്. എല്ലാവരും വിട്ടിട്ട് കെട്ടാൻ റെഡി ആണെങ്കിൽ കല്യാണം കഴിക്കാം. ബാക്കി വരുന്ന എടുത്ത് വെച്ച് കാണാം. അറേഞ്ച് മാരേജ് ആണെങ്കിൽ get to know the guy well, talk to him. എന്തൊക്കെയാണ് വൈബ് നോക്കുക, നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കുക, എന്നിട്ട് ടെൽ യുവർ പേരൻസ് ഇറ്റ് ഇസ് എ യെസ്. എപ്പം ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നമുക്ക് സൈലന്റ് ആയിരിക്കണമെന്ന് എവിടെയും ഇല്ല. ലെറ്റ് ഇറ്റ് ബി ലവ് മാരേജ്, ലെറ്റ് ഇറ്റ് ബി അറേഞ്ച് മാരേജ്. ഇഫ് ബോത്ത് ഓഫ് യു ഓൾ ക്യാൻ ഗോ മ്യൂച്വലി ഹാപ്പി ടുഗെദർ, നത്തിങ് ടു വറി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അടി പിടി കുത്ത് ഒക്കെ ഉണ്ടാവും, കല്യാണത്തിന് മുന്നേ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാമെങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? ഒന്നുമില്ല. അതൊക്കെ നമുക്ക് ബിന്ദാസായിട്ട് എടുക്കാം. അൺലെസ് ദർ ഇസ് സം സോർട്ട് ഓഫ് ഫിസിക്കൽ ടോർച്ചർ, മെന്റൽ ടോർച്ചർ, അതൊക്കെ വേറെ ലെവലാട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഐ വുഡൻ ആസ്ക് ടു സ്റ്റേ ഓൺ ഓർ എനിത്തിങ്. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു സൗന്ദര്യപ്പണൊക്കെ മടിയൊക്കെ വേണമല്ലോ, എന്നാലല്ലേ ഒരു സക്സസ്ഫുൾ മാരേജ് ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലൈഫ് ആഫ്റ്റർ മാരേജ്, ലൈഫ് ബിഫോർ മാരേജ് ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ബിഫോർ മാരേജ് എന്ന് പറയുമ്പം യോല ലൈക്ക് എന്താ ആ ഒരു ഫ്രീഡത്തിന് ഒരു കുറവുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. ആഫ്റ്റർ മാരേജ് ഇറ്റ് ഇസ് ലൈക്ക് യു ഓൾ ക്യാൻ ഡു വാട്ട് യു ഓൾ വോണ്ട്, യു ഓൾ ക്യാൻ ഡു എവറിഥിങ് യു ഓൾ വോണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കല്യാണം കഴിച്ചാലേ ജീവിതം മുന്നോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ കല്യാണം കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ കല്യാണം കഴിച്ചു, ഇതുവരെ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറേഞ്ച് മാരേജ്, മാട്രിമോണിയൽ മാരേജ് സേഫാണ്, അതൊക്കെ സേഫാണ്. ഗെറ്റ് ടു നോ ദ ഗായ്, ഗെറ്റ് ടു നോ ദ ഗേൾ, സ്പീക്ക് ടു ദം, ഷെയർ യുവർ ഫീലിങ്സ്, ബി യുവർ സെൽഫ്. അതാണ് മെയിനായിട്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല. ദേ ഷുഡ് നോ ഹൂ യു ആർ, റൈറ്റ്? അപ്പം നിങ്ങൾ എങ്ങനെയാണോ അതേമാതിരി നിൽക്കുക. അപ്പം ബോത്ത് ഓഫ് യു ഓൾ ക്യാൻ ഇവാലുവേറ്റ് രണ്ടുപേരും, എന്നിട്ട് ഡിസൈഡ് ചെയ്താൽ മതിയല്ലോ. പിന്നെ അടിപിടി ഞാൻ പറഞ്ഞ മാതിരി എന്തായാലും ഉണ്ടാവും. ഞാനും നിത്തിനൊക്കെ ബിഫോർ മാരേജ് ഓൾസോ വി വുഡ് ആർഗ്യൂ, ആഫ്റ്റർ മാരേജ് ഓൾസോ വി വുഡ് ആർഗ്യൂ. അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ സ്നേഹത്തിനും ഒരു കുറവുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണം കേട്ടോ. ആസ് യൂഷ്വൽ ഞാൻ എപ്പം പറയുന്ന മാതിരി സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. Adios amigos, bye.